കണ്ണൻ നായർ ചേരുന്നുണ്ട് പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന്. കണ്ണൻ, ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞ അനുസരിച്ചൊരു 10-15 മിനിറ്റിനകം അവിടെ നിന്ന് മൃതദേഹം എടുക്കാൻ കഴിയും എന്ന് കരുതുന്നു. ഇപ്പോൾ സമയം 4:20. അപ്പോൾ 5 മണിയോടുകൂടി അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് അവിടെ ആളുകൾക്ക് കാണാനുള്ളൊരു സൗകര്യം? ഇപ്പോൾ പല വരികളായിട്ട് ആളുകളെ കയറ്റിവിടേണ്ടി വരില്ല, അത്രയധികം ആളുകളില്ലേ? ഒരു 7 മണിക്കെങ്കിലും വലിയ ചുടുകാടിലേക്ക് കൊണ്ടുപോകണം എന്ന നിലയിലാണോ പാർട്ടി അവിടെ കാര്യങ്ങൾ ഒരുക്കുന്നത്? അങ്ങനെയൊക്കെയുള്ളൊരു ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ആ ഒരു ചർച്ചകൾ ഫലവത്താകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വലിയ തിരക്കാണ്. ആ കടൽ തീരത്ത് നിന്ന് ഒട്ടേറെ 2-3 വരികളായി പ്രവർത്തകർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മഴയൊക്കെ ഉണ്ട്, വലിയ മഴയുണ്ട്, ചില സമയങ്ങളിൽ ചില ശക്തമായ കാറ്റുണ്ട്. ആ കാറ്റിനെയും മഴയും ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. ആ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വലിയൊരു പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പന്തലിൽ കൂടി ഈ ഓരോ ആൾക്കാരെയും വരിവരിയായി കടത്തിവിട്ട് ഇവിടെ എത്തുന്ന പരമാവധി ആൾക്കാരെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായി എത്തിയിരിക്കുന്നത്. വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ്. പരമാവധി ആൾക്കാരെ ഇവിടെ എത്തി അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്ന് തന്നെയാണ്. അല്പസമയം മുമ്പ് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ സംസ്കാരത്തിൻ്റെ സമയം അല്പം കൂടി മുന്നോട്ട് നീക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ വരുമെന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിട്ടുള്ളത്. വലിയ ജനസഞ്ചയം തന്നെയാണ്. നേരത്തെ 15-20 മിനിറ്റിനുള്ളിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തു വാങ്ങി, അദ്ദേഹം മുൻകൈ എടുത്തു വാങ്ങിയ ആ സ്ഥലത്ത് ഉയർന്ന ആ DC ഓഫീസിൽ നിന്ന്, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അദ്ദേഹം അവസാനമായി യാത്ര തിരിക്കും. അതിനുശേഷം അദ്ദേഹം കടന്നു വന്ന വഴികളാണിതെല്ലാം. പഴയ മുപ്പാലം, ഇപ്പോഴത്തെ നാൽപ്പാലമായാലും സക്രിയ ബസാറായാലും കളക്ട്രേറ്റ് ജംഗ്ഷൻ ആയാലും അതിലേക്കൂടൊക്കെ തന്നെ അവസാനമായി അദ്ദേഹം പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. ആ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് അവസാനമായി ഈ പ്രവർത്തകരുടെയും നേതാക്കളുടെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ ഒരു അഭിവാദ്യം ഏറ്റുവാങ്ങിയ ശേഷം തിരിച്ച് അദ്ദേഹം വലിയ ചുടുകാട്ടിലേക്ക് വിപ്ലവ സ്മരണകളുള്ള പുന്നപ്പറയിലെ വിപ്ലവകാരികൾ ഉറങ്ങുന്ന, ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക്, KR ഗൗരിയമ്മ അടക്കമുള്ളവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിലേക്ക് VS മടങ്ങും. 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് ആലോചിച്ചത്. പക്ഷേ അത് സാധിക്കില്ല. കാരണം ഇത് VSന്റെ അന്ത്യയാത്രയാണ്. VS ഈ നാടിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ജനസാഗരം, ഈ ജനസഞ്ചയം. അവരെയൊക്കെ തന്നെ മകഞ്ഞു മാറ്റിക്കൊണ്ട് VSനെയും കൊണ്ടുള്ള ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് കടന്നു വരാൻ സാധിക്കില്ല. ഇനി ഇങ്ങോട്ട് കടന്നു വരുന്ന വഴിയിൽ ചെറിയ വീതി കുറഞ്ഞ വഴികളുണ്ട്. ആ വഴികളിലൂടെയൊക്കെ തന്നെ എങ്ങനെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൂടുതലായി വേഗത്തിലെത്താൻ സാധിക്കുമെന്നാണ് ഓരോ ആൾക്കാരും കാത്തിരിക്കുന്നത്. കഴിവതും ഏതാണ്ട് 5 മണി അല്ലെങ്കിൽ 5:30 പരമാവധി ഇവിടേക്ക് മൃതദേഹം എത്തിക്കുക. 8 മണി വരെയെങ്കിലും അല്ലെങ്കിൽ 7:30 വരെയെങ്കിലും ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, അവർക്ക് മഴയോ കാറ്റോ ഒന്നുമില്ല. അവരുടെ മുന്നിൽ 2 അക്ഷരം മാത്രമാണ് കേരളം ഇപ്പോൾ ഒറ്റ മനസ്സോടുകൂടി വിളിക്കുന്ന VS എന്ന് പറയുന്നത്. വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ, VS എന്ന് പറയുന്ന ആ 2 വാക്കുകൾ മാത്രമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ആലപ്പുഴ വരെയുള്ള യാത്രയിൽ ഓരോ സമയങ്ങളിലും രാത്രിയിൽ ഭേദമന്യേ മഴയെ അവഗണിച്ചുകൊണ്ട് ഒട്ടേറെ ആൾക്കാർ, അവരെല്ലാം പറഞ്ഞത് കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, അവരുടെയൊക്കെ നെഞ്ചിൽ എത്രയോ നാളുകളായി കോറിയിട്ടതാണ്. 5-6 വർഷമായി സജീവമായി രാഷ്ട്രീയ മേഖലയിൽ ഇല്ലാതിരുന്നിട്ട് പോലും VS അച്യുതാനന്ദൻ ഇനി ഇല്ല എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. നേരത്തെ കനത്ത മഴയായിരുന്നു. ആ മഴയത്ത് പോലും പക്ഷേ ആളുകൾ പിന്മാറാൻ തയ്യാറല്ല. അവർ ആ മഴ നനഞ്ഞും അവിടെ കാത്തുനിന്നു. ഇപ്പോൾ DC ഓഫീസിലെ പൊതുദർശനമാണ് പുരോഗമിക്കുന്നത്. കുറച്ച് സമയങ്ങൾ കൂടി 4:24 ആയിരിക്കുന്നു സമയം. അടുത്തൊരു 10-15 മിനിറ്റിനകം തന്നെ അവിടെ നിന്ന് മൃതദേഹം എടുക്കാൻ ഉള്ള ഒരു ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 മണിയോടുകൂടി റിക്രിയേഷൻ ക്ലബ്ബ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ആളുകളുടെ തിരക്ക് പൂർണ്ണമായിട്ടും, ഈ തിരക്കിൻ്റെ നിലയിൽ സമയം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തീരുമാനിച്ച പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലയിടത്തും ആളുകൾക്ക് നിരാശ ഉണ്ടാകുമെങ്കിലും ചില ഘട്ടങ്ങളിൽ പൊതുദർശനം നിർത്തി അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും 7 മണിക്ക് ശേഷം മാത്രമേ സംസ്കാര ചടങ്ങ് നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ.